ഹലോ ഗൈസ്, മോട്ടോ വോൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ വാഹന പ്രേമികൾക്കും മാരുതി സുസുക്കി പ്രേമികൾക്കും ഇന്ത്യൻ വിപണിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വാഹനത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മാരുതി സുസുക്കി ജിംനിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ വാഹന മാർക്കറ്റിനെ പിടിച്ചു കുലുക്കിയ ആ കുലുങ്ങലിൽ ഇന്നും ഇന്ത്യ ജീവിക്കുന്നു എന്നുള്ളതാണ് ജിംനിയെ പറ്റിയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യൻ മിലിറ്ററിയും ഇന്ത്യൻ പോലീസും എല്ലാ സേനകളും ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് മാരുതി സുസുക്കി ജിപ്സി. അതിൻ്റെ പിന്തുടർച്ചക്കാരൻ അല്ലെങ്കിൽ പിൻഗാമി എന്നുള്ള നിലയിൽ ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് 2023 ജൂണിൽ മാരുതി പരിചയപ്പെടുത്തിയതാണ് ജിപ്സിയെ. അത് നടന്നത് ഡൽഹി ഓട്ടോ എക്സ്പോയിലായിരുന്നു. അതിനുശേഷം അതേ വർഷം 2023 ജൂലൈ 7 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്ന ജിംനി ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു തരംഗമായി മാറി. 4 വീൽ ഡ്രൈവ് ആസ്വദിക്കുന്നവർക്ക് ഒരു മിനി SUV എന്നുള്ള നിലയിൽ ഒരു സുനാമി പോലെ ആഞ്ഞടിച്ച ജിപ്സിക്ക് ഒരു ഇലക്ട്രിക് വേർഷൻ വരുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. 2023 ജൂൺ 7 പുറത്തിറങ്ങിയ ജിംനി 2 വേരിയൻറ്റുകളിലായിരുന്നു വന്നത്. ഒന്ന് സീറ്റയും മറ്റൊന്ന് ആൽഫയും. അത് നെക്സ ഡീലർഷിപ്പ് വഴിയായിരുന്നു നമുക്ക് ലഭ്യമായിരുന്നത്. 1.5 ലിറ്റർ 4 സിലിണ്ടർ K15B സീരീസ് പെട്രോൾ എഞ്ചിനും അതിൻ്റെ കൂടെ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ആയിരുന്നു മാരുതി പുറത്തിറക്കിയിരുന്നത്. ജിംനിയെ പറ്റിയിട്ടാണ്. ജിംനിയുടെ ഇലക്ട്രിക് വേർഷൻ പുറത്തിറങ്ങാനായിട്ട് പോവുകയാണ്. 2028 വരെ നമ്മൾ ഇന്ത്യക്കാർ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള ഒരു വിഷമം മാത്രമാണ് ഇതിലുള്ളത്. പക്ഷേ 18 ലക്ഷം രൂപയ്ക്ക് താഴെ വരാമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു ഗിയർ ട്രാൻസ്മിഷൻ ആയിരിക്കും ജിംനി EVയിലുണ്ടായിരിക്കുക എന്നും പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അത്രയും കാത്തിരിക്കണമെന്നുള്ളൊരു സങ്കടത്തിൻ്റെ കൂടെ തന്നെ ഇത്രയും കാലം വാഹന വിപണിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ തരംഗം തീർത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും മാത്രം ഉപയോഗിച്ച് കൊണ്ടിരുന്ന സുസുക്കി അടുത്ത വർഷം 2025 EVX എന്നുള്ളൊരു ഇലക്ട്രിക് മോഡലുമായിട്ട് വരാൻ പോവുകയാണ്. അത്തരത്തിലുള്ളൊരു സന്തോഷ വാർത്ത കൂടി ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടുകയാണ്. EVXൻ്റെ പൂർണ്ണ വിവരങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. 2024 ഒക്ടോബർ തൊട്ട് പുറത്തിറങ്ങാൻ പോകുന്ന വാഹനങ്ങളായിട്ടുള്ള റിനൾട്ട് ഡസ്റ്റർ, ഹോണ്ട WRV, മാരുതി സുസുക്കി ഡിസയർ, ടാറ്റ അവിനിയ, ടാറ്റ നെക്സോൺ ഫിയർലെസ് 1.2i CNG, കിയ കാർണിവൽ തുടങ്ങിയ വാഹനങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളും അതെന്ന് ലോഞ്ച് ചെയ്യും, എത്രത്തോളം രൂപയായിരിക്കും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഞങ്ങളുടെ നെക്സ്റ്റ് വീഡിയോ ഉടൻ പുറത്തിറങ്ങുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.